ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളൊരു അടിപൊളി ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ കറി സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് വെതറൊക്കെ നല്ലതാണ്, അപ്പോൾ പുറത്തുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ് ആകുമ്പോൾ ഒരിടത്ത് പോകാനുണ്ട്. നമ്മൾ കുറച്ച് തുണിയൊക്കെ ഒരിടത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ വർക്കിനായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് വണ്ണം കുറയ്ക്കാനും കൂട്ടാനും അങ്ങനെയുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വാങ്ങിക്കാനൊക്കെ പോകണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർക്കുന്നത് അവിടെ ഒരു പാർക്കിൽ നടക്കാനൊക്കെ പോയിട്ട് പിന്നെ ഈവനിങ് നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി കഴിക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ക്ലീൻ ചെയ്ത് നമ്മളൊന്ന് മാറിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചു. എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. എപ്പോഴും ഞാൻ പറയാറുള്ളതാണല്ലോ. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കൂടുതൽ പോകണ്ട. നമ്മളിവിടെ ഫ്രൈ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മളൊരു അടിപൊളി കറി ഉണ്ടാക്കുന്നതാണെന്ന്. പിന്നെ നമ്മുടെ ഈ ഉരുളിക്കകത്താണ് നമ്മൾ വെക്കുന്നത്. നേരിപ്പം ഇവർ വന്നതുകൊണ്ട്, ഇപ്പം നാട്ടിൽ നിന്ന് ഇവരൊക്കെ വന്നതുകൊണ്ട് നമ്മളിപ്പോൾ സ്ഥിരം ഉരുളിക്കകത്താണ് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു അടിപൊളി ഉരുളിയാണ്. ഇതില്ലാത്തവരൊക്കെ ഇന്ന് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് വെക്കേണ്ടപ്പോൾ നമ്മുടെ ചിക്കനും ബീഫും തോരനോ എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. എന്ത് വേണേലും നമുക്ക് വെക്കാൻ പറ്റിയൊരു അടിപൊളി പാത്രമാണിത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ വെജിറ്റബിളൊക്കെ തേണ്ട അടിപൊളിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നല്ലതായിട്ട് വളരുന്നുണ്ട്. നമ്മുടെ പയറൊക്കെ കണ്ടോ, കുറ്റിപ്പയറൊക്കെ തേണ്ട ഇവിടെ അടിപൊളിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ഉണ്ട്, എവിടെയുണ്ട് നമ്മുടെ പയർ. എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ പല പ്രാവശ്യം പറിച്ച് നമ്മുടെ പയറും ചീരയും എല്ലാം നമ്മൾ കറി ഉണ്ടാക്കി. നമ്മുടെ കോവയ്ക്കൊക്കെ പിന്നെ നമ്മൾ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പാവലയിൽ അതുവരെ നമ്മൾ പാവയ്ക്കക്കറി ഉണ്ടാക്കിയില്ല. പാവയ്ക്കായുടെ പൂവുണ്ടായിട്ട് എല്ലാം പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2-3 കുഞ്ഞു പാവയ്ക്ക കിട്ടിയുള്ളൂ. അതിനെയും ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ മുരിങ്ങ കായ ഉണ്ടാകാൻ തുടങ്ങി. പൂവൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിക്കനകത്ത് എണ്ണ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അതായാലും പുറത്തുണ്ടാക്കാം. കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ പുറത്തുണ്ടാക്കാൻ വന്നിട്ട് ഭയങ്കര വിണ്ടിയായിരുന്നു. പിന്നെ കാറ്റ് കൊണ്ട് ഞങ്ങൾ പിന്നെ എല്ലായിടത്തും അകത്ത് പോയി. പക്ഷേ ഇന്ന് കാറ്റുണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഫ്രൈഡ് റൈസിനകത്ത് ഇടാനുള്ള സ്പ്രിംഗ് ഒനിയൻ നമുക്ക് തന്നെ ഉണ്ട്. ഞാനിവിടെ ഒനിയൻ കുഴിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നല്ല ഫ്രഷായിട്ട് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്തെടുക്കാം. ഇതറിയാമല്ലോ, നമുക്ക് ഫ്രൈഡ് റൈസിനകത്ത് നല്ലൊരു ഫ്ലേവർ തരുന്ന സംഭവമാണ്. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം കോരി മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കറിക്കുള്ള ഒനിയനൊക്കെ വഴറ്റാൻ തുടങ്ങാതെ ഈ ഉരുളി തന്നെയാണ് ഞാൻ വഴറ്റുന്ന ഈ എണ്ണ തന്നെ. അപ്പം നമുക്കറിയാമല്ലോ, ഒത്തിരി ഡീപ്പ് ഫ്രൈയിലേക്ക് പോകണ്ട, ജസ്റ്റ് പച്ചപ്പൊന്ന് മാറ്റിയാൽ മതി. ഇപ്പോൾ ഇവിടെ കറിക്ക് ആവശ്യത്തിന് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഒനിയനും നമ്മുടെ സവോള, ജിഞ്ചർ ഗാർലിക്ക്, 2-3 പച്ചമുളക് എല്ലാം കൂടെ വഴറ്റുവാണ്. ഇത് ഒരു കുറച്ചൊന്ന് പകുതി ഒന്ന് വഴരുമ്പോഴത്തേന് നമുക്ക് ഒരു 2 തക്കാളി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേന് നമ്മുടെ പൊടികൾ എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടികളാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഈ വറുത്ത് പൊടിച്ച് വിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചതല്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ കാശ്മീരി പിന്നെ എരിവുള്ള മുളകും മല്ലിയെല്ലാം വാങ്ങിച്ച് നമ്മൾ കഴുകി ഉണങ്ങി പൊടിപ്പിച്ചതാണ്. അപ്പം ശുദ്ധമായ പൊടികളാണ്, മാലിന്യമൊന്നുമില്ലാത്ത ശുദ്ധമായ പൊടികൾ. അപ്പോൾ ഇത് വഴന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് കുറച്ചൊരു പാതി വഴരുമ്പോൾ നമുക്ക് നമ്മുടെ ടൊമാറ്റോ ചേർക്കണം. അതെല്ലാം വഴന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേന് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അമ്മ ഇവിടെ ഒനിയനൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു.
അങ്ങനെ അമേരിക്ക വന്നിട്ട് അമ്മയെ കൊണ്ട് ഇച്ചിരി ചിക്കൻ കറി ഉണ്ടാക്കിക്കാന്ന് വിചാരിച്ചു. അമ്മ അധികം ഉണ്ടാക്കുന്നില്ല, ഇച്ചിരി ഉണ്ടാക്കുന്നു. ഇച്ചിരി ഇളക്കട്ടെ. അപ്പോൾ ചിക്കൻ കറി പുറത്തുണ്ടാക്കുമ്പോൾ ഞങ്ങൾ അകത്ത് ഫ്രൈഡ് റൈസിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെജിറ്റബിൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് നമ്മളൊന്ന് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ടുണ്ട്, പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കവും നമ്മുടെ സ്പ്രിംഗ് ഒനിയനും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പിന്നെ ക്യാരറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കുക്കിംഗ് ഓയിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്, കനോല ഓയിൽ. നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതൊന്ന് സോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ പുറകെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം ആഡ് ചെയ്തത്. അപ്പോൾ ഞാൻ നമ്മുടെ വെജിറ്റബിൾ ഒന്ന് സോട്ടായപ്പോൾ അതിലോട്ട് ഞാൻ സോയ് സോസ് ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ചില്ലി സോസ് ആഡ് ചെയ്തു. പിന്നെ ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ഇച്ചിരി ക്രഷ് ചെയ്ത കുരുമുളകാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഫ്രൈഡ് റൈസിന് നമ്മൾ എത്ര റൈസാണ് എടുക്കുന്നത് അതിൻ്റെ ഒരളവനുസരിച്ച് നമ്മൾ വെജിറ്റബിൾ എല്ലാം എടുക്കുക. ഓക്കെ, ആദ്യം നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക്, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് സോട്ട് ചെയ്തു. പിന്നെ നമ്മുടെ വെജിറ്റബിൾ, നിങ്ങൾ എന്ത് വെജിറ്റബിളാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ത് വെജിറ്റബിളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നത്. അതെല്ലാം ഒന്ന് സോട്ടായി കഴിഞ്ഞപ്പോഴത്തേന് ഞാനതിലേക്ക് സോയ് സോസ് ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്തു. പിന്നെ ഞാൻ ചില്ലി സോസ് ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്തു. എല്ലാം നമ്മുടെ റൈസിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ കുരുമുളക് ക്രഷ് ചെയ്ത് ആഡ് ചെയ്യണം. പിന്നെ സോയ് സോസിന് നല്ല ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ അതനുസരിച്ചുള്ള ഉപ്പേ ചേർക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമ്മൾ റൈസ് മിക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ നമ്മൾ ആഡ് ചെയ്യണം, കാരണം അത് ഇതിനകത്ത് നല്ലൊരു ഫ്ലേവർ തരുന്ന സംഭവമാണ് സ്പ്രിംഗ് ഒനിയൻ. അതുകൊണ്ട് സ്പ്രിംഗ് ഒനിയൻ നമ്മൾ മാക്സിമം ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനത്തെ ഒരു കടായി നമ്മൾ വോക്കിനത് ചെയ്യുവാണെങ്കിൽ നമുക്കിങ്ങനെ ടോസ് ചെയ്തെടുക്കാനൊക്കെ സൗകര്യമുണ്ട്. ഫ്രൈഡ് റൈസിനുള്ള റൈസ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ റൈസ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായി മിക്സ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ആഡ് ചെയ്യും. പിന്നെ നമ്മളെപ്പോഴും ഒരു വുഡൻ സ്പൂൺ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് പൊട്ടി പോകാതെ ഇരിക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഞാനിവിടെ റൈസൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സായി. ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് നല്ല വൈറ്റ് കളർ വേണമെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞത് തന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഫുഡാണ് നമ്മുടെ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യുന്നില്ല, ചിക്കൻ സെപ്പറേറ്റ് എടുത്ത് നമ്മൾ അങ്ങനെയാണ് സെർവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചിക്കനകത്ത് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, നമ്മുടെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഒരു ലിറ്റിൽ ബിറ്റ് ചിക്കൻ പൗഡർ എല്ലാം നമ്മൾ ആഡ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തൈരും കെച്ചപ്പും കൂടി ആഡ് ചെയ്തേ നമുക്കതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പൊടികളെല്ലാം ഉണ്ടല്ലോ, നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ 1 ചിക്കൻ എടുക്കുമ്പോൾ അതനുസരിച്ചുള്ള പൊടികൾ, 2 ചിക്കൻ എടുക്കുമ്പോൾ അതനുസരിച്ചുള്ള പൊടികൾ. അപ്പോൾ അതൊക്കെ ഒരു കൈക്കണക്ക് നോക്കി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അത് ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ ഇവിടെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ തന്നെ നമ്മൾ നമ്മുടെ ഒനിയനൊക്കെ വഴറ്റി ഉണ്ടാക്കിക്കൊണ്ട് കുറച്ച് എണ്ണ സൈഡിൽ കൂടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പം നമ്മൾ എടുത്ത് മാറ്റാൻ പോവുകയാണ്. എണ്ണ ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം, പക്ഷെ നമുക്ക് എണ്ണ അധികം വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ആ ഓയിലിനെ എല്ലാം കോരി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ
ഞങ്ങളിവിടെ ഫ്രൈഡ് റൈസ് കഴിക്കുകയാണ്. പ്ലെയിൻ ഇങ്ങനെ താഴാൻ വേണ്ടി പോകുന്നു. സ്മൈൽ. ഞങ്ങളിവിടെ ചാറ്റ് ഹൗസിൽ ഒരു മസാല ദോശയോ ചോൾ ഭട്ടൂര പൂരി എല്ലാം കിട്ടും. അപ്പോൾ അതുകൂടെ കഴിച്ചിട്ട് പോകാമെന്നോർത്താണ് ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ മസാല ദോശ വന്നു. ഞങ്ങളെല്ലാവരും ചോള ഭട്ടൂരയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ചോള ഭട്ടൂര അങ്ങനെ എത്തി. ചോള ഭട്ടൂര ഞങ്ങളിങ്ങനെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇതെല്ലാം നിസാൻ സ്റ്റോർ സാർ. നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ചാറ്റ് ഹൗസിലൊക്കെ പോയി നമ്മുടെ മസാല ദോശ ചോള ഭട്ടൂര എല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.